ഗുഹ അടയ്ക്കാനുള്ള ഉറപ്പ് കല്ലിനുണ്ടോന്ന് നോക്കണം. തട്ടി നോക്കിയാൽ അറിയാം. ടങ് ടോങ്. നല്ല കല്ല, ഇത് മതി. ടോങ്. എന്താ കല്ല് പൊട്ടിച്ച് കളിക്കുകയാണോ? ഹിഹി. ടങ് ട്രാക്ക്. സോറി. അയ്യോ കരു നോക്കണോ? എടാ പരമദ്രോഹി, പിന്നെ അയ്യോ ശരു, അവൻ ബോധം കെട്ടു വീണു. അത് നന്നായി, ഇനിവ മിണ്ടില്ലല്ലോ. കരുനാക്കനോ, ഈ ദ്രോഹിയെ എങ്ങനെ കിട്ടി? സൂത്രം കല്ലെറിഞ്ഞപ്പോ കിട്ടിയതാ. ഇവനെ എന്തു ചെയ്യാൻ പോകുന്നു? ഒന്നും തീരുമാനിച്ചില്ല. ഇവനെ കാട്ടുതീയിൽ ഇടണം. അതിനുള്ള കാട്ടുതീ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ അവനെ അങ്ങ് തട്ടിക്കളയാം. ഹേയ്, വേണ്ട വേണ്ട, ഇവനും നമ്മുടെ കാട്ടിലെ താമസക്കാരനല്ലേ. അതുകൊണ്ട് കരുനാക്കനെ എന്തു ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ. അത് കൊള്ളാം. ശരി, താൻ കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ചു പ്രത്യക്ഷപ്പെടുത്തു. പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പുലികൾ വിളിച്ച ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവന്. അവൻ ഉണർന്നു. എന്താ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത്? കാട്ടുമുത്തപ്പൻ ഇപ്പൊ വരും. തേടിയ വള്ളി കാലിൽ ചുറ്റി. എനിക്ക് മുത്തപ്പനെ ഒന്ന് കാണണം. നീ കാരണം വരുന്ന പ്രശ്നങ്ങൾ കാട്ടുമുത്തപ്പനോട് ഞങ്ങൾ പറയും. ചേടാ, ഞാൻ കാരണമോ? വരാനുള്ളത് വഴിയിൽ തങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? അത് ശരിയാണല്ലോ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അതാരാ? കാട്ടുമുത്തപ്പൻ. സോറി, വള്ളി കാലിൽ ചുറ്റി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാനിരുന്ന വഴിയിൽ തങ്ങിപ്പോയി. 3 നാള് പൂക്കളെ പറ്റിയ മാഷ് ക്ലാസ് എടുക്കുന്നത്. ഒരു പൂമാല ഉണ്ടാക്കി കൊണ്ടുപോകണം. അത് താൻ ഉണ്ടാക്കണം. പൂക്കളെ പറ്റി പഴഞ്ചൊല്ലുള്ളതുമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. പഴഞ്ചൊല്ലു എന്ന് പറഞ്ഞാൽ പഴത്തെ പറ്റിയല്ലേ സൂത്ര? പൊട്ടാത്ത വള്ളിയാണല്ലോ അല്ലേ? മാല പൊട്ടിയാൽ പിന്നെ തല്ലിന്റെ മാലയായിരിക്കും. മാനിനെ പിടിച്ചു തിന്നേണ്ട സമയത്ത് നായ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ഒരു ഗതികേടെ ഐഡിയ. എടോ, നമുക്കൊരു മൃഗമാല സംഘടിപ്പിച്ചാലോ? എല്ലാ മൃഗങ്ങൾക്കും മാല കൊടുക്കാമെന്ന് അല്ലേ? അല്ലടോ, ഈ മാലയിലെ പൂക്കൾ പോലെ പല പല മൃഗങ്ങളും നിരന്നു നിന്നാൽ രസമല്ലേ? കാടിൽ നല്ലത് വരാൻ വേണ്ടിയാണ് മൃഗമാല എന്ന് പറയാം. മാല ഇട്ടാൽ കാടിന് നല്ലത് വരുമോ? അതായത് കാട് നശിക്കാൻ പോകുന്നു, അതിനെതിരെ മൃഗമാല. അയ്യോ, കാട് നശിക്കുമോ? ഇല്ലടോ, നമ്മളങ്ങനെ ചുമ്മാ പറയുന്നു. പണ്ടന്മാർ വിശ്വസിച്ചോളും. നല്ല പരസ്യം കൊടുക്കണം. വാ, താൻ ഇതുപോലെ പല സ്ഥലത്തും എഴുതി വെക്കണം. കാട് നശിക്കാതിരിക്കാൻ മൃഗമാല. ഇന്ന് വൈകുന്നേരം ജലദോഷിക്കുന്നു മുതൽ മൃഗങ്ങൾ അണിനിരക്കുന്നു. സൂത്ര, മാല ഉണ്ടാക്കിയാൽ കാട് നശിക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? കംപ്ലീറ്റ് പരസ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്നു തുടങ്ങിക്കാണും. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അയ്യോ, ഒരു കാര്യം മറന്നു. കടിയന്റെ മാല ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാം. താൻ വന്നവരെ നിരത്തി നിർത്തിക്കൂ. കടിയനെ വിളിക്കാം മാലയിൽ നിൽക്കാൻ. ചേട്ടൻ മൃഗമാലയിൽ അംഗമാവുന്നത് കാട്ടിന് അഭിമാന. മാലയാകുമ്പോ വള്ളി വേണ്ടേ? കെട്ടിടാനാണോ